ദ വേ ആണ് കേട്ടോ. ആക്ച്വലി വിവേക് വിചാരിച്ച ഞാൻ വരില്ല എന്നാണ്, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് വരുന്നു പറഞ്ഞിട്ട് അവൻ അത്ര വിശ്വാസമില്ല കേട്ടോ. ഞാൻ ഇന്നലെ വന്ന് മടങ്ങുന്നാണ് അവൻ്റെ വിചാരം. പക്ഷെ നമുക്ക് സോ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നുണ്ട്. അനിയത്തിയും ഫാമിലിയും ഒക്കെ ഓൺ ദ വേ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. സോ പോവാണല്ലേ റിയു? യെസ്. അപ്പൊ റിയു പപ്പ റിയു മാച്ചിങ് അല്ലേ? ഓക്കെ. റിയു ഇവിടെ ചോക്ലേറ്റ് ഒക്കെ എടുക്കുന്ന പൈസ എടുത്തിട്ടുണ്ടല്ലോ. ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ മെയിൻ റോഡ് വഴി പോവുകയാണെങ്കിൽ വളരെ അടുത്തായിരുന്നു. വെറുതെ ഗൂഗിൾ മാപ്പ് നോക്കി പോയിട്ട് റെയിൽവേ ട്രാക്ക് പോയി പെട്ടു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. കല്യാണ ഫംഗ്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടെ വന്നതുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടെ കാണാൻ പറ്റി. സായുവിനെ കണ്ടു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവരോടൊപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഓക്കെ. അപ്പൊ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ ഇതാ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് അവർ വരികയാണ്. നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ് നമ്മളെ വീട്. നമ്മൾ ഓൺ ദ വേ പോവാ അല്ലെ? നമ്മളെ വീട്ടിലേക്ക് പോവാ അല്ലെ? മേമയും അർജുനങ്ങളും അതാ ബാക്കിൽ വരുന്നത്. അവരെ കാറൊക്കെ നമ്മളെ ബാക്കില് നോക്ക്. ഇതാ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നു. ഓക്കെ. നമ്മള് വീട്ടിൽ പോയിട്ട് കുറച്ച് വെയിൽ താണിട്ട് നമ്മളെ വീട്ടില് അങ്ങനെ വെയിൽ താണതിന് ശേഷം, അതായത് വെയിൽ ഭയങ്കര ഇല്ലേ, ഇപ്പൊ 2 മണിയായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എവിടത്തേക്ക് പുറത്തേക്ക് പോകണം അല്ലെ? എല്ലാരും ഒരുമിച്ചൊന്ന് കറങ്ങാൻ പോവാം. ഓക്കെ. ചൂടായിരുന്നു കേട്ടോ. സോ വരുന്ന വഴി ഞങ്ങൾ 2 പെട്ടി ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു. ഞാൻ സ്പൂൺ എടുക്കാൻ പോയ നക്കം നോക്കി റെയ്യു ഇതാ 2-3 സ്പൂൺ അകത്താക്കി കേട്ടോ. അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചത്. ചോക്ലേറ്റ് ഫ്ലേവറും അതുപോലെ തന്നെ ചിക്കു ഫ്ലേവറുമാണ് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. സോ എല്ലാവർക്കും ഞാനിത് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഐസ്ക്രീംസ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഐസ്ക്രീം കാണുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ റിയുവിന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇത്തിരി നേരം റെസ്റ്റിന് ശേഷം നേരെ പോയത് ഞങ്ങൾ അടുത്തുള്ള മോന്താലിലാണ് കേട്ടോ. അവിടെ കുറച്ച് വാട്ടർ റൈഡ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഈ വാട്ടർ ബൈക്കൊക്കെ അവിടെ കണ്ടപ്പോൾ കയറണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത് റിപ്പയറിലാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെയുള്ളത് ഇതുപോലെയുള്ള ബോട്ടാണ്. നമ്മളിങ്ങനെ തുഴഞ്ഞ് സ്വന്തം തുഴഞ്ഞ് പോകണം കേട്ടോ. 1 അവറിലേക്ക് 600 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് കുറച്ച് ഓവറാണെന്ന് തോന്നി. സോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു കേട്ടോ. നേരെ മോന്താൽ ട്രെയിൻ കഫേയിൽ വന്നു. അവിടെ വന്നപ്പോൾ ഇതുപോലെ ഷോപ്സൊക്കെ ആദ്യമേ ഉള്ളതാണ്. പ്ലസ് എക്സ്ട്രാ ഒരു ഐറ്റം കണ്ടു. അതായത് നമ്മൾ റിങ് വെച്ച് ഇങ്ങനെ ത്രോ ചെയ്ത് ഐറ്റം എടുക്കേണ്ടത്. സോ അർജുൻ ഒരു ട്രയൽ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഫസ്റ്റ് വണ്ണ് തന്നെ അതിൽ വീണു. പക്ഷെ അത് കറക്റ്റല്ല, ഇതുപോലെ വീണമെന്ന് പറഞ്ഞ് അവരത് എടുത്തു മാറ്റി കേട്ടോ. അങ്ങനെ സെക്കൻഡ് വൺ ഔട്ടായി. അറ്റ്ലീസ്റ്റ് ഒരു ബിസ്ക്കറ്റ് എങ്കിലും എടുത്തിട്ടേ വരാവൂ എന്ന് പറഞ്ഞ അർജുൻ അവസാനം 4th ത്രോയിൽ ഒരു ബിസ്ക്കറ്റ് എടുത്തു കേട്ടോ. 20 രൂപയായിരുന്നു അവർ ചാർജ് ചെയ്യുന്നത് 5 ത്രോയിന്. സംഭവം കൊള്ളായിരുന്നു. ഞങ്ങൾക്കൊരു ബിസ്ക്കറ്റൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. തിരിച്ച് പോവേണ്ടത് കൊണ്ട് തന്നെ അധികം ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു കോഫി കുടിച്ച് പിരിയാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡും കൂടെ ഞങ്ങളെ മോന്താലിറക്കി അവർ മടങ്ങി കേട്ടോ. ഈ ഒരു വൈകുന്നേര സമയങ്ങളിൽ മോന്താലിൽ കൂടെ നടക്കാൻ നല്ല രസമാണ്. ഒരുപാട് പേര് ഇങ്ങനെ മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ നല്ല കാറ്റാണ് ഇവിടെ. അപ്പം ഞങ്ങളെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്.